അയ്യോ നഗരൻ ചേട്ടാ, രാവിലെ എന്താ പണി? രാവിലെ മുറ്റം അടിച്ചു വരാന്ന് വെച്ചു. അയ്യോ ചേട്ടനാണോ മുറ്റം അടിക്കുന്നേ? ചേച്ചി എന്തിയേ? എന്താ ഞാൻ അടിച്ചു വാരി അഴുക്ക് പോകൂലേ? അയ്യോ അതല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ഇതൊക്കെ പറഞ്ഞാലോ ആരാ മനസ്സിലായില്ലല്ലോ. അയ്യോ ചേട്ടൻ എന്നെ മനസ്സിലായില്ലയോ? ഞാൻ ഈ വാർഡിലെ മെമ്പറാ. അയ്യോ മെമ്പറായിരുന്നോ? ആ നോട്ട് ചോദിച്ചിട്ട് പോയ പോക്കല്ലേ. 5 വർഷമായി. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ. നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. വെറുതെ ഇരുന്ന് തിന്നുന്നതന്നെയാ. ഞാൻ തടിച്ചിട്ടൊന്നുമില്ല. അല്ല മെമ്പറുടെ ഫോൺ നമ്പർ മാറിയായിരുന്നു? ഇല്ലല്ലോ, എന്റെ ഫോൺ നമ്പർ മാറിയിട്ടില്ല. ഞാൻ 5 വർഷമായിട്ട് വിളിക്കുന്നുണ്ട്, കിട്ടുന്നേ ഇല്ല. ഓ, ഞാൻ ഭയങ്കര ബിസി ആണെന്നേ. ഇപ്പൊ എന്താ ഈ വഴി വന്നത്? അതെ, ഞാനാ ഈ വർഷം ഇവിടുത്തെ സ്ഥാനാർത്ഥി. വോട്ട് നമുക്ക് തന്നെയും കുത്തണം. പിന്നെ മെമ്പർ ഒന്ന് നിന്ന് തന്നാ പോരെ? കുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ എടുക്കട്ടെ. അയ്യോ, അതെന്തിനാ ഫോട്ടോ എടുക്കുന്നേ? മെമ്പർ അങ്ങോട്ട് നേരെ നിന്നത്. എനിക്ക് ഒരു ഫോട്ടോ അല്ല വേണ്ടത്, 2 ഫോട്ടോയാ വേണ്ടത്. അല്ല, എന്തിനാ ഫോട്ടോ? എന്റെ മെമ്പർ ഇപ്പൊ ഈ വോട്ടും ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷത്തേക്ക് മെമ്പറെ കാണാനേ കിട്ടത്തില്ല. എനിക്ക് എന്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയണമെങ്കിൽ ഈ ഫോണിലെ ഫോട്ടോ നോക്കിയെങ്കിലും ഒന്ന് പറയാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തു വെച്ചാൽ ഒരെണ്ണം പിന്നെ എന്റെ പൂജാമുറി വെക്കാനാ. എന്തോ ചേട്ടാ ഈ പറയുന്നേ? പൂജാമുറി വെക്കാനോ? പിന്നെ ജനപ്രതിനിധി അല്ലേ, ദിവസം എനിക്ക് പോയിട്ട് പൂജിക്കണ്ടായോ? ഒന്ന് പൊയ്ക്കോണം ഓടുന്നു. ജനപ്രതിനിധി എന്ന് പറഞ്ഞാലേ ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. നാടിന് നല്ലത് ചെയ്യുന്ന നല്ല മനസ്സുള്ളവർക്കാണ് എന്റെ വോട്ട്.